എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ചിക്കൻ റോസ്റ്റിന് അപാര രുചിയാണ്. നമ്മളൊരു പ്രത്യേക രീതിയിലാണ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതും. ഇനിയിപ്പോ അപ്പത്തിനായാലും പുട്ടിനായാലും ചപ്പാത്തിക്കായാലും പൊറോട്ടയ്ക്കായാലും സൂപ്പർ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ തയ്യാറാക്കി കഴിക്കാം. നമ്മൾ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേ ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു കറി ഒരു 7 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് കേട്ടോ. ഇനിയിപ്പോ ആദ്യമായിട്ട് പാചകം പഠിച്ചു തുടങ്ങിയ എന്റെ കൂട്ടുകാർക്കും നല്ലൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ ശ്രമിക്കുന്ന കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു കോഴിയാണ് കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഒരു കോഴിയുടെ കിലോ വെയിറ്റ് എന്ന് പറയുന്നത് 1,800 ആണ്. റോസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചിക്കൻ പീസുകൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു മാരിനേഷൻ ഉണ്ട്. ആദ്യമേ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുവാണ്. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ചേർക്കാം, ചിക്കന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവില് ഗരം മസാല. ഇനി വേണ്ടത് 1 സ്പൂൺ അളവില് മുളക് പൊടിയാണ്. ഇത് എരിവെള്ളം മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ പീസുകൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല മയത്തില് നമുക്ക് കുഴച്ചെടുക്കാൻ സാധിക്കും. ഇത്രയും പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ നമുക്കൊന്ന് ചിക്കൻ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് നാരങ്ങനീരോ വിനാഗിരിയോ തൈരോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. ഒരുപാട് മസാലകൾ ചേർത്ത് കുഴച്ചെടുക്കുവാണെങ്കിൽ ചിക്കൻ പീസുകൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അരിഞ്ഞു പോവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന കറിക്ക് ഒരു കയ്പ് ടേസ്റ്റ് കയറി വരാൻ സാധ്യത കൂടുതലാണ്. ഞാൻ ഏതൊരു ചിക്കൻ റെസിപ്പിയിലും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. ചിക്കൻ പീസുകളൊന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. നമ്മുടെ ചിക്കൻ പീസുകൾ മൂടി വെച്ചിട്ട് അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഇനി ഓരോ പീസും എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ചേർക്കാം. ഇപ്പോൾ ചിക്കൻ പീസുകൾ താഴെ ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി താഴെ ഭാഗം മുരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. നമ്മൾ ഈ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരുപാടൊന്നും ഫ്രൈ ചെയ്തെടുക്കരുത്. നമുക്ക് അത്യാവശ്യം 1-2 ഭാഗവും മുരിഞ്ഞു കിട്ടിയാൽ മാത്രം മതിയാകും. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ചിക്കൻ പീസുകളും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. നമ്മളിന്ന് 2 കിലോ താഴെയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. തയ്യാറാക്കുന്നത് റോസ്റ്റ് ആയതുകൊണ്ട് 8 സവാളയാണ് എടുത്തിട്ടുള്ളത്. 8 സവാള എന്ന് പറഞ്ഞാൽ ചെറിയ സവാള ആയതുകൊണ്ട് 1-ന് 2 വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതിയാകും. ചിക്കൻ കറിയാണെങ്കിൽ ഒരു 3 സവാള എടുത്താൽ മതി കേട്ടോ. ഇത് റോസ്റ്റ് ആയതുകൊണ്ടാണ് 4 സവാള എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സവാള വളരെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാം. അങ്ങനെ 2 തവണകൾ കൊണ്ട് ചിക്കൻ മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ബാക്കി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ആ ഒരു ഗ്രേവിയാണ് ഇതിന്റെ. ഈ ഒരു ഗ്രേവി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് റോസ്റ്റിന്റെ ഗ്രേവി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചേർത്തൊന്ന് മുരിയിച്ചെടുക്കണം. ഇനി റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചുവട് കെട്ടിയുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർക്കാം. സവാള ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ല മെറൂൺ കളറിലേക്ക് ആയി കിട്ടണം. അതുവരെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർക്കാം. സവാള നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്കായിട്ട് 2 സ്പൂൺ അളവില് എരിവെള്ളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ മുളക് പൊടിക്ക് നല്ല കളർ ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. ഇന്നത്തെ ഈ ഒരു റോസ്റ്റിന് നല്ല ഗ്രേവി ഉണ്ടാകും. ഞാൻ അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി 2 സ്പൂൺ അളവില് ചിക്കൻ മസാല, 1 സ്പൂൺ അളവില് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയുടെ അളവ് വളരെ കുറവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ അളവില് ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് ഇന്നത്തെ ഈ ഒരു ചിക്കൻ റോസ്റ്റിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു പൊടികൾ നമുക്ക് ഒരു ഉണങ്ങിയ പാനിലേക്ക് ഇട്ടുകൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് ചട്ടിയുടെ ചൂടിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ സവാള ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴേക്കും 2 ബോൾ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് നമുക്ക് ഈ മുരിഞ്ഞ സവാളയിലേക്ക് ചേർക്കണം കേട്ടോ. സവാള ഒന്ന് മുരിഞ്ഞു വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട്
കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊടികൾ മൂപ്പിച്ചെടുക്കാനായിട്ട്. നല്ല ചൂടായ പാനിലേക്ക് പൊടികൾ ചേർക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റോസ്റ്റിന് ഒരു പ്രത്യേക ഫ്ലേവറാണ് കിട്ടുക. പൊടികളൊക്കെ ഇപ്പോൾ നല്ലോണം തന്നെ മൂപ്പായി വന്നിട്ടുണ്ട്. മൂപ്പായി വരുമ്പോഴേക്കും പൊടികൾ നന്നായിട്ട് തന്നെ പറന്നു തുടങ്ങും. ആ ഒരു സമയമായാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വഴറ്റുന്ന സവാള ഒന്നും കൂടെ അടിചേർത്ത് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതുപോലെ അധികം വലിപ്പമുള്ള തക്കാളിയല്ല, ചെറുതായിട്ടുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ സവാള നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലേക്ക് വഴണ്ട് കിട്ടുമ്പോഴാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. വീണ്ടും നല്ലോണം വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പൊടികൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അതിനു മുമ്പായിട്ട് തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ആ ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്ക് കൂടെ ചേർക്കണം. ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഒരു വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. തക്കാളി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളും കൂടെ ചേർക്കാം. പൊടികൾ ചേർത്തിട്ടുണ്ട്. പൊടികളും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. വഴറ്റുന്ന ഗ്രേവിയിലേക്ക് 4 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. പച്ചമുളകും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടികൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ആ ഒരു വെള്ളം നമുക്ക് സവാള വഴറ്റിയതിലേക്ക് ചേർക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ളത്. ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ ഗ്രേവി ഇവിടെ റെഡിയാണ്. നമുക്ക് നല്ല പോലെ തിളച്ചു വരുന്ന സമയത്ത് ചിക്കൻ പീസുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ പീസുകൾ ചേർക്കുവാണ്. ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് പീസുകൾ ഒന്നും കൂടെ വെന്ത് കിട്ടും. അതിനാണ് നമ്മൾ ഒരുപാട് നേരം ഒന്നും ഫ്രൈ ചെയ്തെടുക്കാഞ്ഞത്. ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ റോസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. റോസ്റ്റിന്റെ സ്വാദ് കൂട്ടുന്നതിനായിട്ട് ഇതിലേക്ക് കാഷ്യൂ കുറച്ച് വെള്ളത്തിൽ കുതിർത്തി അരച്ച് ചേർക്കാം. കാഷ്യൂ നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ബദാം പരിപ്പും അരച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് റോസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുവാണ്. നമുക്ക് ഈ റോസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് റോസ്റ്റിലേക്ക് മല്ലിയില പുതിനയിലൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ഈ ഒരു സമയം തന്നെ ചേർക്കാവുന്നതാണ്. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നേരം മൂടി വെച്ച റോസ്റ്റ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം ഗ്രേവിയൊക്കെ നല്ലോണം തന്നെ ഉണ്ട്. എങ്കിലും റോസ്റ്റ് ആയതുകൊണ്ട് ഈ ഒരു ഗ്രേവിയും നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ചിക്കൻ പീസുകളൊക്കെ ഇപ്പോൾ നല്ലോണം തന്നെ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. നമ്മുടെ എല്ലാ ചിക്കൻ റെസിപ്പികളും എൻ്റെ കൂട്ടുകാർ വീടുകളിൽ തയ്യാറാക്കി നോക്കാറുണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ റെസിപ്പിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരിക്കൽ കൂടെ നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.